ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത് കുറേ ചാനലുകാരുടെ പേരൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ. ഇനി ആരും കേൾക്കാഞ്ഞാന്നോ ആരും ഒന്നും മിണ്ടിയില്ല. പ്രീസൻ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോണ്ട, അവൻ പഠിക്കട്ടെ. ഇപ്പം ഞാൻ ഇൻട്രോ എടുക്കുന്നതേ വൈകിട്ടല്ല, ഇപ്പം എല്ലാ ജോലികളും കഴിഞ്ഞ് ചെയ്താൽ ഞാനും മക്കളോട് ഇരുന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 മണിയായി. ഞാൻ അവരെ പോകുമ്പോൾ ഇനി പഠിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ കൊച്ചവൻ ചെന്ന് ഇരുന്ന് ഞോണ്ടും അരെ ബായി ഇതാ എന്തോ ഗെയിമിൻ്റെ ഒക്കെ കാര്യം ഡൗട്ട് ചോദിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞ അവനെ ഇനിയും ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ടാന്ന്. അവൻ മനസ്സോടിരുന്ന് പഠിക്കുന്നെങ്കിൽ ഞാൻ പഠിച്ചോട്ടെന്ന്. മനസ്സോട് ഇരിക്കത്തില്ല. അവൻ ഇരിക്കുന്ന സമയത്ത് ഇവൻ പോയി ഓരോന്നൊക്കെ ഞോണ്ടിക്കൊണ്ടിരിക്കും. അവനെ പിടിച്ചിവിടെ ഞാൻ അകത്ത് കയറ്റും. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ സമയത്ത് പിന്നെ ഞാൻ പറയില്ല വീഡിയോകളൊക്കെ ആരുടെയെങ്കിലും കാണും, പിന്നെ ഒരു കമൻറ്റ് കൊടുക്കാനുള്ള റിപ്ലൈ കൊടുക്കും. ഇവനെ പിടിച്ചു കൊടുക്കാം. തിരിച്ചു കഴിയുമ്പോൾ ഇവനെ കാണത്തില്ല. ചിലപ്പോൾ അവിടെ നിന്നൊരു ബഹളം വരുന്നേക്കാം. പ്രൈസൻ ഇനി വന്നേ. അപ്പോൾ ഇങ്ങോട്ട് വന്നേ. ആ പാട്ട് ഏതായിരുന്നു ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെ പഠിച്ചേ? എന്നാ പോട്ടെ. അപ്പം ഇന്നലത്തെ അപ്പം ഞാൻ വീഡിയോ കപ്പയും മീൻ്റെ കമൻറ്റ് ഞാൻ 100K സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഞാൻ പറയാം ആ പാട്ട്. ഓക്കേ 100K ആയിട്ട് പാട്ട് പാടാണ്. സ്പെഷ്യൽ ഗിഫ്റ്റ് 100K സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞില്ല, ഇന്ന് നേരത്തെ ഇൻട്രോ എടുത്തതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ കുറച്ചൊക്കെ കണ്ടു. കപ്പയും മീനൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ ഉള്ളത്. അല്ലാതെ വേറെ ഒന്നും കമൻറ്റ് കണ്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയുന്നില്ല. ഇന്ന് പിന്നെ നമുക്ക് ബെൻസി അയച്ച പാഴ്സൽ വന്നേ. അപ്പം നമ്മൾക്ക് എത്ര പ്രായമുള്ളവരാണേലും ആരാണേലും നമുക്ക് ആരെങ്കിലും ഒരു പാഴ്സൽ അയച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്കത് കിട്ടുന്നിടം വരെ ഒരു സമാധാനമില്ല. എന്തുമായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള അല്ലേ. പിന്നെ എനിക്കാണെങ്കിൽ അങ്ങ് കേട്ടപ്പോൾ തൊട്ട് പലരും പറഞ്ഞില്ല അത് മൊബൈലല്ലായിരുന്നു കേട്ടോ. എനിക്കറിയാം മൊബൈലല്ല. കാരണം അവൾ പാഴ്സൽ അയച്ച് 2 ദിവസം കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെ അയച്ചിട്ടുണ്ട് വെച്ചോളയെന്ന്. അത് കഴിഞ്ഞാൽ ഞാൻ ഇവളോട് എൻ്റെ മൊബൈൽ അല്ലെങ്കിലും മൊബൈലൊന്നും അവൾ വാങ്ങിച്ച് അയക്കത്തില്ല. അങ്ങനെയുള്ള ഇത് ഇല്ല. നമുക്ക് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാമല്ലോ, അതൊന്നുമില്ല. പിന്നെന്താ, അതാ ഞാൻ പറഞ്ഞത് പിള്ളേരെ പിന്നെ പറയണത് എനിക്ക് ആയിട്ട് ഇത്രയും ഒരു ആകാംക്ഷ അത് എന്തുമായിരിക്കും കിട്ടുന്നിടം വരെ. അവള് അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞടി ട്രാക്കിങ് എഴുതാന്ന് പറയണേ. അവൾ പറഞ്ഞടി എപ്പോൾ അവൾ നോക്കുമ്പോഴേ അവൾ പറഞ്ഞടി ഇവിടുന്ന് പോയതേ കാണിക്കുന്നുള്ളത്. പിന്നെ ഒരു ദിവസം അവൾ പറഞ്ഞടി അവിടെ എത്തിയിട്ടുണ്ട്, ഇനി അവിടെ കൊണ്ടു തരുമോയെന്ന് അറിയത്തില്ല. അവള് ഇവിടെ താമസിച്ചില്ലേ. അപ്പോൾ അവൾ പറഞ്ഞ് അവിടെ ഒന്നും കൊണ്ടുതരത്തില്ല, പോസ്റ്റ് ഓഫീസുകാർ വിളിച്ച് പറയത്തേ ഉള്ളൂ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്, നാട്ടിലും കൊണ്ട് കൊടുക്കത്തില്ലെന്ന്. പക്ഷെ ഇവിടെ കൊണ്ടു തന്നു കേട്ടോ. 2 പേര് കൂടിയാണ് വന്നത്. അപ്പം ഒന്നുമില്ല, അധികം അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഒരു പാഴ്സൽ വന്നെന്നറിയുമ്പം അവൾ പറഞ്ഞു ഇനി ആവട്ടടി, അവൾക്കൊരു അബദ്ധവും പറ്റി. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പിന്നെ പറയാം. ഇനിയും ആവട്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പാഴ്സൽ പൊട്ടി അയ്യോ ഇരുന്നതാ, ഇരിക്കുമായിരുന്നു, ഒന്ന് ചാരി ഇരുന്നതാ. ഓക്കെ, ഇല്ല പറയുന്ന പോലെ ഇരുന്ന് ഇങ്ങനെ അങ്ങ് സംസാരിക്കാതെ പോയി എണീറ്റ് പോയി വ്ലോഗ് ചെയ്യുമെന്ന് പറയുന്ന പോലെ. കഴിഞ്ഞ ദിവസം അപ്പം കണ്ടിട്ട് ഒരു കമൻറ്റ് വന്ന് ഇത് കള്ളപ്പമാണ്. ശരിയാ, കള്ള് ചേർക്കാത്ത അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സാധാരണ പണ്ടൊക്കെ നമ്മൾ കള്ള് ചേർത്തുള്ള അപ്പമല്ലേ ഉണ്ടാക്കുന്നത്. ഇത് കള്ള് ചേർത്തിട്ടില്ല. കുറച്ച് നേരം നമ്മൾ ഇപ്പോൾ പഞ്ചസാരക്കകത്ത് തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇങ്ങനെ ഈ സ്റ്റൂഡിട്ട് വെക്കുവാണെങ്കിൽ കള്ള് പോലെ ആവും. ഭയങ്കര വീര്യം അതിന്. അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള അപ്പം ഇഷ്ടമാണ്. പക്ഷെ ഈ ഇളയ ചെറുക്കന് ഇഷ്ടമല്ലായിരുന്നു. അവൻ എന്നിട്ട് തിന്നിട്ട് പറയാം ഒന്നും ഇല്ലെങ്കിൽ പിന്നെന്തോ ചെയ്യും, അതുകൊണ്ട് ഞാനങ്ങ് തിന്നുവാണ്.
ഇനി കയറി കിടന്നു. എന്നിട്ട് ഇവനുണ്ടല്ലേ കയറി കിടന്നിട്ട് അല്ലാത്തപ്പം ഞാൻ എൻ്റെ കാലിൽ ചില സമയത്ത് ഈ നേർവുകളൊക്കെ അങ്ങ് ഭയങ്കര കഴപ്പ് വരും. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അമക്കുമ്പം നല്ല സുഖം കിട്ടും. പോൾമോൻ ചെയ്ത് തരുമായിരുന്നു. അപ്പം ഇവൻ പറയാം ഇങ്ങനെ നമ്മളിങ്ങനെ കിടക്കുവാണെങ്കിൽ പറയും മമ്മി കാല് ഞാൻ പ്രസ് ചെയ്ത് തരട്ടെ. എന്തിനാന്നു? അപ്പം ഞാൻ ചോദിച്ചു. അപ്പം ഞാനങ്ങ് മനസ്സിൽ ചിന്തിക്കും ഇവനെന്താ മനസ്സോട് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞു പാവം. സംഗതി എന്തുവാ അവന് കിടക്കാൻ വയ്യാഞ്ഞിട്ട് കാല് പ്രസ് ചെയ്ത് തരുന്നയാ. ഇങ്ങനെയുള്ള പിള്ളേർ. ഞാനിപ്പോൾ അവളോട് സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അവള് പറഞ്ഞ് ഇപ്പം പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട്, നാളെ കിട്ടുമായിരിക്കുമെന്ന്. അവലേസ് കൂടിയായിരിക്കും. ചോദിക്കട്ടെ. കവർ അവിടെ അവിടോട്ട് ഇടും. വേണം പപ്പായ്ക്ക് കൊറിയർ പാഴ്സൽ ചെയ്യും. കഴിക്കൂ. ചമ്മന്തിപ്പൊടി, ഇത് റോസ്റ്റഡ് കോക്കനട്ട് പൗഡർ. ചമ്മന്തിപ്പൊടി മാത്രമല്ല, ഇത് കുരുമുളകില്ലേ ചമ്മന്തിപ്പൊടി അതും ചമ്മന്തി, ഒരു കോക്കനട്ട് പൗഡർ, പുളി അലുവയല്ല, അതും പുളിയാ. कषायम बनाते ना वो है करीपोटी होगा। करीपोटी है ना? हाँ लास्ट एंड फाइनल അത് ഉണക്കമീനാകായിരിക്കും. നോക്കട്ടെ. അന്നുള്ള സമയത്ത് നിന്റെ അല്ല എടുക്കുന്നത്, ഞാൻ ഫ്രണ്ട് എടുത്തിട്ടേ ഉള്ളു. ഹവ ഇപ്പൊ താഴെ പോയിട്ട് വന്നയാ. നേരത്തെ എന്താണെന്ന് വെച്ചാൽ താഴെ ഭയങ്കര കാറ്റാണ്. കാറ്റുള്ള സമയത്ത് എങ്ങും പോയി നിൽക്കല്ലേ കേട്ടോ. കണ്ടോ കഴിഞ്ഞ കാറ്റ് സമയത്ത് ഗാഡ് കൂപ്പറിൽ ആ പെട്രോൾ പമ്പിൽ അത് വീണത്. എവിടെയെങ്കിലും അകത്ത് വിങ്ങിൻ്റെ അകത്ത് അങ്ങനെ മരത്തിന്റെ അവിടെങ്ങും പോയി നിൽക്കല്ലേ കേട്ടോ. പറഞ്ഞ കേട്ടോ. പോയി തലയിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ചിട്ട് പോയി കുളി. അപ്പോഴേ പിന്നെ പാഴ്സൽ കണ്ടല്ലേ. ഞാൻ ഉച്ചക്കെടുത്ത ഇപ്പം നിങ്ങൾ എനിക്ക് 2 ഇൻട്രോ തോന്നു. ബെഞ്ചി മമ്മി കോൾ ചെയ്തു. മമ്മി ഫോണിലായിരുന്നു. പാർസൽ കണ്ടിട്ട് വന്നിടി എക്സൈറ്റ്മെന്റ് നോക്കണായിരുന്നു അമ്മയുടെ. അവൻ അവിടെ ഡ്രസ്സ് ഇടാൻ നിൽക്കാതെ അവൻ ഇങ്ങോട്ട് വരാനേ. അന്ന് ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവയ്യ. അവൾ എന്നോട് പറഞ്ഞ് അവള് നേരത്തെ അല്ല ഞാൻ പറഞ്ഞ് ട്രാക്കിങ് ചെയ്യുന്നുണ്ടേ, കേരളത്തിൽ നിന്ന് ഇങ്ങനെ പോയതായിട്ടേ കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇന്നലെ അന്ന് വന്നേറ്റന്ന് അവൾ പറഞ്ഞ് എടി ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ചിലപ്പം അവൾ നേരത്തെ ഈ മുള്ളുണ്ടിൽ താമസിച്ചില്ലായിരുന്നു. മുള്ളുണ്ടിൽ അതല്ല വാഗൾ എസ്റ്റേറ്റിൽ. അന്നേരം അവിടെയൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ഓഫീസ് വരുന്ന പോസ്റ്റ് ഓഫീസുകാർ വിളിച്ചു പറയും നിങ്ങൾ വാ ഇവിടെ ഇങ്ങനെ സാധനം നാട്ടിലും കൊണ്ടു കൊടുക്കത്തില്ലെന്ന് അവൾ പറയുന്നു അവരുടെ ഏരിയയിലൊന്നും. പക്ഷേ അവൾ പറഞ്ഞ് ഇങ്ങനെ ചിലപ്പം ഫോൺ നമ്പർ നിൻ്റെ റീചാർജിനെയും കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ഫോൺ ചെയ്യുമെന്ന്. അങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ ഫോണൊന്നും കട്ട് ചെയ്തില്ല. അന്നേരം കാണാൻ ബെല്ലടിക്കുന്നത്. അപ്പം എനിക്കന്നേരം അറിയാം പിന്നെ അല്ല ആരും അങ്ങനെ ബെല്ലടിക്കാനില്ല, ഇതിങ്ങനെ വന്നെന്ന് പറഞ്ഞല്ലേ. അന്നേരം 2 പേരിങ്ങനെ കൊണ്ടുവന്നു. അതാ പോകുമ്പോൾ പറഞ്ഞ മമ്മിയുടെ എക്സൈറ്റ്മെൻറ്റ് കാണണമായിരുന്നെന്ന്. നമുക്ക് ഇത്രയും സാധനം വന്നേലും 10 കിലോയിൽ കൂടുതലായി. എത്ര രൂപയായി കാണും കൊറിയർ ചാർജ് തന്നെ. അപ്പോൾ ഇനിയും പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ലേ അവളങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ
ബേക്കറി വെച്ചായിരുന്നു വെക്കാൻ മറന്നു പോയെന്ന്. അതങ്ങ് ആകെ വിഷമമായിപ്പോയി. ഈ റൈസമ്മ പറയുക അതിൻ്റെ അകത്ത് മാങ്ങ എന്ന് വെച്ചാൽ ഈ പച്ചമാങ്ങ നാട്ടിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകണേ കർപ്പൂരം മാങ്ങ വിളഞ്ഞത് ചേച്ചിയുടെ മോൻ എറിഞ്ഞിട്ടിട്ട് ഇവന്മാരിടിച്ചിട്ട് ഇവന്മാരതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് തിന്നുന്നത്. മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് തിന്നു. അതങ്ങ് ഭയങ്കര ഇപ്പോഴും പ്രൈസം പറയൻ്റെ വായിന്ന് വെള്ളം വരുന്നു. ഇങ്ങനെ അത് തിന്നിട്ട് ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. അത് കൊടുത്തു വിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് പ്രൈസും പറയുക. പോയി കുളിയുടെ ഇറക്കാം. അങ്ങനെ പാഴ്സലൊക്കെ കിട്ടി. നമ്മളിങ്ങനെ നോക്കി ഇരുന്ന് ഇത്രയും ദിവസം ഓരോ ദിവസവും നോക്കി ഇരിക്കുമായിരുന്നു എന്തൊക്കെയാന്നേലും. കുളിക്ക് പോയി. അപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് വരാം. ഇപ്പം മണി 10 പ്രയറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ടതേ. അപ്പോൾ ഇത് മാത്രമായിട്ട് അങ്ങ് ഒരു വീഡിയോ ആക്കി, അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് ഒന്നും ആഡ് ചെയ്തില്ല. പിന്നെന്തുവാ, ഇന്നാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു മഴ ചാറിയെന്ന് ഒന്നും സഹിക്കാൻ പറ്റുന്നു. ഞാനാണെങ്കിൽ ആക്ച്വലി ഉച്ചക്കത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് വന്നിട്ട് AC ഒന്നിടും, പിന്നെ രാത്രി കിടക്കാൻ നേരം ഇടും, അതേ ഉള്ളൂ. ഇന്നാണെങ്കിൽ ഇടയ്ക്കും ഇടേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു കറണ്ട് ബില്ലും കൂടുതലാണ്. ഈ നമ്മൾ ഇട്ടാലും ഇട്ടില്ലേലും ഞാൻ പറയുന്നത് ഈ ഇലക്ട്രിസിറ്റിക്കാർ ഈ ചൂട് സമയത്ത് ബില്ല് അവരൊരു ബില്ലൊക്കെ ഇടുമെന്ന് ആർക്കറിയാം ഉള്ളതാണെന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കണ്ടോ എന്നെ എല്ലാവരും കപ്പ കൊതിച്ചിന്നൊക്കെ വിളിച്ചു. എന്തോ ചെയ്യാനാ. അപ്പം ഞാൻ ഉച്ചക്കത്തെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എനിക്ക് കമൻസ് വന്നില്ല. ഞാനൊന്നും പറഞ്ഞിട്ട് ഒരു കമൻസ് പറയാം, ചേച്ചി വിശപ്പില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നും അങ്ങ് കപ്പയും മീനും അങ്ങ് ഉണ്ടാക്കും, അപ്പോൾ കഴിക്കുമല്ലേ. സത്യമാ, എന്നും കിട്ടിയാലും തിന്നാം. പണ്ട് അതിൽ എന്തോ നമ്മളുടെ ഒരു മലയാളികളുടെ ഒരു വികാരം. അന്നേരം ഷൈനി പറഞ്ഞു എല്ലാം നമ്മുടെ ഒരു വികാരമാണ് കപ്പയും മീനും പൊറോട്ടയും ബീഫും. സത്യമാണ്, എനിക്ക് പൊറോട്ടയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് അതും നമ്മുടെ നാട്ടിലത്തെ ഈ ലെയർ പൊറോട്ട, അല്ലാത്തതൊന്നും കൊള്ളത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ ഡാർലിംഗ് എന്നും പറഞ്ഞൊരു ഐഡിയ എന്നാ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചെന്ന്. പുള്ളിക്കാരുടെ പേര് ആലീസ് എന്നാ. എനിക്കിനി ഒന്ന് എഴുതിയിടണം. എന്നാലും മറവിയുടെ കാര്യം പറഞ്ഞോണ്ടേ കുറേ പേര് പറഞ്ഞു മറവി ഉണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. ഞാൻ മാത്രമല്ല മറവി. ഞാൻ സന്തോഷിച്ചതല്ല, നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്താ ഇങ്ങനെ മറവി എന്നൊക്കെ. പക്ഷേ സർവ്വസാധാരണവും മറവി. എന്തോ ചെയ്യാനാ. എനിക്കാണെങ്കിലും അങ്ങ് ഭയങ്കര മറവിയാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതുപോലെ ഫ്രിഡ്ജ് തുറന്നിട്ടിട്ട് എന്തിനാ വന്നതെന്ന് ചിന്തിക്കുന്നു പറഞ്ഞതുപോലെ ഞാനും ഇവിടെ വന്നിട്ട് ചിന്തിക്കും എന്തിനാ വന്നത്, എന്നിട്ട് വീണ്ടും അടുക്കളയിൽ പോകും, പിന്നെ വീണ്ടും ഓർത്തിട്ട് ഇവിടെ വരും. ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഈ അടുക്കളയിൽ നിന്ന് അവിടെ എവിടെയായിട്ട് എത്ര നടക്കുന്നതെന്നറിയാമോ, ഇതിൻ്റെ അകത്ത് അതിൽ അങ്ങോട്ട്. ഇനി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ലേ, നിങ്ങൾ കണ്ടല്ലേ എല്ലാ സാധനങ്ങളും. ചമ്മന്തിപ്പൊടി ഇവിടെ പ്രൈസമോന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബേക്കറി ഇല്ലെങ്കിലും അവന് ആ ചമ്മന്തിപ്പൊടിയും കൊണ്ട് അവനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഉള്ളു കേട്ടോ. ഓക്കെ, ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ കുറേ ഡ്രസ്സെന്ന് പറയും, കുറേ ഇല്ല 2-3 ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ വെച്ചു അവളായിരുന്നു എനിക്ക് എടുത്തുകൊണ്ട് തരുന്നതെന്ന്. കാരണം എടുത്തുകൊണ്ട് തരുന്നതെന്ന് വെച്ചാൽ അവൾക്ക് നല്ല സെലക്ഷൻ അറിയാം, തുണികൾ നോക്കിയെടുക്കാൻ അറിയാം അങ്ങനെ. അപ്പോൾ അവൾ ഓൺലൈനിൽ നിന്ന് ഏതോ ഒരു പരിചയത്തിൽ അവിടെ സബ്സ്ക്രൈബറാണോ എന്തോ എന്നറിയത്തില്ല, നല്ല തുണികൾ. അപ്പം നമുക്കിത്തിരി വണ്ണം ഉള്ളത് കൊണ്ട് നല്ല നീളം വീതിയുള്ള തുണികൾ വേണമല്ലേ. ഫുൾ കൈയൂടാകുമ്പം പിന്നെ അതനുസരിച്ച് തുണി വേണം. മിക്കവാറും അവൾ ഇവിടെ വെച്ചാണ്. അപ്പോൾ അവൾ അന്നൊരു വീഡിയോ പറഞ്ഞതാണ് കൈക്ക് സെപ്പറേറ്റ് തുണി എടുത്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ വാങ്ങിക്കുന്ന പുള്ളിക്കാരുടെ നിന്ന് അവൾക്ക് കൈക്കും വേറെ തുണി എടുക്കേണ്ട, അത്രയ്ക്ക് നല്ല നീളം വീതിയുള്ള തുണികളാണ്. അപ്പോൾ അവൾ ഈ കഴിഞ്ഞിടെ കുറേ എടുത്തായിരുന്നു അവൾക്ക്. അപ്പോൾ എനിക്കും കൂടെ എടുത്ത് അയച്ചു. അപ്പം അളവ് ഇച്ചിരി ഒന്ന് പിന്നെ കുറയ്ക്കുകയോ അങ്ങനെ കാണാൻ ചെയ്യണം. പക്ഷേ ഇപ്പം അവൾ വിട്ടത് കുഴപ്പമില്ലായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴും പിന്നെ ഇങ്ങനെ തയ്ച്ച് അവൾ ടോപ്പ് വെച്ചിരുന്ന് അത് ഞാൻ കൊണ്ടുവന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയും ശരിയാണെങ്കിൽ അവൾ എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്ങാണ്ട് പറയാനായിട്ടാണ് ഞാനിത് ഓണാക്കിയത്. പിന്നെ മറവിയായിപ്പോയി, എന്തോ ചെയ്യാനാ. വേണ്ട ഈ സമയത്ത് ഇപ്പം ഞാൻ എന്തോ ലൈറ്റിൻ്റെ ആണോ 10 മണി ആയതുകൊണ്ടാണോ നല്ലൊരു കളറുണ്ട് കേട്ടോ. ചില സമയത്ത് ഡാർക്ക് പോലെ ഇരിക്കും. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ആൻറ്റിയെ എൻ്റെ സബ്സ്ക്രൈബറാ ആൻറ്റി ഒരു വീഡിയോ അയച്ചു തന്നു.
നമ്മുടെ പൊറോട്ട ചൈനക്കാർ അടിച്ചു മാറ്റിയെന്ന്. അപ്പം ഞാൻ അന്നേരം ആ വീഡിയോ നോക്കിയോണ്ടേ ഈ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ വലിയൊരു മെഷീനാണ്. ഞാൻ അന്നേരം ചിന്തിക്കുമോ ദൈവമേ ആ മെഷീനൊക്കെ എത്ര ബുദ്ധി ഉണ്ടായിട്ടായിരിക്കും. നമ്മൾ സെയിം കൈ കൊണ്ട് ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ മാവിങ്ങനെ കുഴച്ച് വെച്ചു, എന്നിട്ടിങ്ങനെ അടിക്കുന്നതിന് പകരം മെഷീൻ്റെ അകത്ത് ഇങ്ങനെ വന്നു. പിന്നെ ഓയിൽ ഒഴിക്കുന്ന ഇങ്ങനെ നിരത്തി ഓയിൽ ബോട്ടിലുകൾ എന്നിട്ട് ഒഴിച്ചിട്ട് അവസാനം നമ്മുടെ ഈ കവറിലൊക്കെ റെഡിമെയ്ഡ് പൊറോട്ട വരത്തില്ലേ, അതുപോലെ കുഞ്ഞ് ബൺ പൊറോട്ട പോലെ. എന്നിട്ടത് നമ്മൾ തവയ്ക്കകത്ത് വെച്ച് ചൂടാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. നല്ല ലെയർ പോലുള്ള ബൺ പൊറോട്ട. അതെനിക്കൊരു വീഡിയോ അയച്ചു തന്നായിരുന്നു, നമ്മുടെ പൊറോട്ട അഴിച്ച് മാറ്റിയപ്പോൾ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് കപ്പയും കൊണ്ടൊരു വേറെ രാജ്യക്കാർ എന്തുമായിരുന്നു കപ്പയും കൊണ്ട് ഉണ്ടാക്കിയത്, ഞാൻ മറന്നു കേട്ടോ. എനിക്കതും ആൻറ്റി എന്തോന്ന് അയച്ചു തന്നത്. നമ്മളിങ്ങനെ ഇരിക്കും, നമുക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഇപ്പം അയ്യത്തൊക്കെ കൃഷിയാണെങ്കിലും നമുക്ക് വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃഷിയൊന്നും ചെയ്യത്തില്ല. നമ്മൾ വിഷം ചേർന്ന് പച്ചക്കറികളാണ് വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നത്. എല്ലാവരും അങ്ങനെ. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ കണ്ടത്തിലെ ഒരിടയ്ക്ക് ഒരു കണ്ടത്തിൽ ഈ കുറ്റിപ്പയർ നട്ടായിരുന്നു. നല്ല കുറ്റിപ്പയറാണ്. അത് നല്ല തോരൻ വെച്ചാലൊക്കെ ആ പയറാന്ന് തോന്നുന്നു നമ്മുടെ ഈ വൻപയർ. എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എന്നെ ആരും ഒന്നും പറയല്ലേ, എൻ്റെ അറിവ് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. പിന്നെ അവൾ ആ ഞാൻ പറഞ്ഞ അവലേസ് പൊടി ആയിരിക്കുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കൂവപ്പൊടി അവൾ വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് കൂവപ്പൊടി ആയിരിക്കുന്നു, പക്ഷെ അത് അവലേസ് പൊടിയായിരുന്നു. അപ്പോൾ ഈ അവലേസ് പൊടി സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ അധികമൊന്നും നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചത് മധുരമുള്ളായിരുന്നു. ഞാൻ ചിന്തിച്ച് ഇതിൻ്റെ അകത്ത് മധുരം കാണുമെന്ന്. അങ്ങനെ പോളിനൊന്നും അറിയത്തില്ലല്ലേ. അപ്പം ഞാൻ സാധാരണ അവലേസ് പൊടി നമ്മൾ തേങ്ങയൊക്കെ തിരുമിയിട്ട് അല്ലെങ്കിൽ ഇച്ചിരി പാലോ ചായയോ എങ്ങാനോ ഒഴിക്കുമ്പോൾ അതൊന്ന് കുതിരും, അല്ലാതെ നമുക്ക് തിന്നാൽ നമ്മുടെ നെറുകയൊക്കെ കയറും. അപ്പം പോള് പറഞ്ഞ് മമ്മി എനിക്ക് വേണം താന്ന് പറഞ്ഞു. ഞാനങ്ങനെ കൊടുത്തു. അപ്പം ഞാനും അത്രയും ചിന്തി. ഞാൻ ചേട്ടാ തേങ്ങ തിരുമിയിട്ടെ എന്ന് വെച്ചാൽ പറയും തേങ്ങ അവൻ അത്രയും ഇഷ്ടം പറഞ്ഞ് വേണ്ടാന്ന്. അല്ലാതെ തിന്ന് അവന് തിന്നാൻ പറ്റിയില്ല, അവനവിടെ വെച്ച്. ഞാൻ പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് പിന്നെ ഞാൻ കഴിക്കുവാണെങ്കിൽ ഞാൻ ഇച്ചിരി ചായയോ പാലോ കാണും ഒഴിച്ച് അത് ഇച്ചിരി അങ്ങോട്ട് 2-3 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ വൈകിട്ടൊക്കെ ചായ കുടിക്കുമ്പോഴേ ഒഴിക്കുമ്പോൾ അത് കുതിരും. ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പ്രൈസമ്മോന് ഇന്നും ഞാൻ ഇച്ചിരി എടുത്ത് നിന്നിട്ട് പ്രൈസമ്മോന് ഒരു സ്പൂൺ കൊടുത്തേ അവന് ഇഷ്ടപ്പെട്ടില്ല. നമ്മളൊക്കെ തിന്നും, നമ്മളൊക്കെ അത് പണ്ട് തൊട്ടേ കഴിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഈ അവല് വിളയിച്ചത് ഇവിടെ അവല് നനച്ചാലും നമ്മൾ ഈ തേങ്ങയും പഞ്ചസാര അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് അവല് നനയ്ക്കത്തില്ല. അവല് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത് നനയ്ക്കുക എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിങ്ങനെ എവിടെ പഴമൊക്കെ കൂടി ചില കഴിക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അതും ഇവിടെ ഇഷ്ടമല്ല, പക്ഷെ അത് എനിക്കിഷ്ടമാണ്. റീച്ചാനും ചിലപ്പോൾ അത്ര ഇല്ല, എന്നാലും ചിലപ്പോൾ കഴിക്കും. എന്താ ചെയ്യാൻ, ഈ പിള്ളേർ ഇങ്ങനെയുള്ളതൊന്നും അവർക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാത്തിരുന്ന പാഴ്സലൊക്കെ വന്നു. എല്ലാം കണ്ടല്ലോ എന്തൊക്കെയായിരുന്നെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.